നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശംസ അറിയിച്ചിട്ട് പിരിയുമ്പോ ഫാത്തിമാന്റെ നയനങ്ങൾ നിറഞ്ഞ് കവിൾത്തടങ്ങളിലൂടെ ഒലിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുതിയ പെണ്ണിറങ്ങുമ്പോ ഉമ്മാന്റെ മുഖത്ത് നോക്കി ന്യായമോ അന്യായമോ ആയി പുതിയ പെണ്ണുങ്ങൾ ചിലപ്പോ കരയാറുണ്ട്. ഇത് ആത്മാർത്ഥമായ സ്നേഹത്തിന് മാത്രം കലവറയുള്ള ഫാത്തിമ സഹറ. യാത്ര ചോദിച്ചിറങ്ങാൻ ഉമ്മയില്ലായിരുന്നു വീട്ടിൽ. ഇതുവരെ എല്ലാ ജീവിത വഴിയിലും കൂടെയുണ്ടായിരുന്ന വാപ്പയാണല്ലോ ഇപ്പോ എന്നെ അല്പമൊന്ന് മാറ്റി നിർത്തിയിട്ട് പോകുന്നത്. ഫാത്തിമാക്ക് സഹിച്ചില്ല. 18 വയസ്സായ ചെറുപ്പക്കാരിയാണ്. റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി കരയുമ്പോ ഹബീബിനും സഹിക്കുന്നില്ല. പക്ഷേ അവിടുന്ന് പുണ്യ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ വിഷമിക്കണ്ട മോളെ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു തന്ന നല്ല യോഗ്യനായ ഒരാളെ കൊണ്ടാണല്ലോ, നിന്നെ നോക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടാണല്ലോ, നല്ല ആലിമായ ഒരാളെ കൊണ്ടാണല്ലോ, വിഷയങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരാളെ കൊണ്ടാണല്ലോ, അതുകൊണ്ട് വിഷമിക്കണ്ട മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മോളെ യാത്രയാക്കിയിട്ട് പോകുമ്പോ അലി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്ന് സാന്ത്വനിപ്പിക്കുകയാണ്. കരയല്ലേ ഫാത്തിമ, നമുക്കെല്ലാ സാന്ത്വനവും നൽകാൻ, നമുക്ക് ആശീർവാദങ്ങൾ നൽകിയിട്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. ആധുനികതയുടെ ആർഭാട ചിന്തങ്ങളിൽ വിവാഹങ്ങളെ കമ്പോളമാക്കുന്ന പുതിയ രക്ഷിതാക്കളെ വരൂ. മദീനത്തുർ റസൂലിലെ ലോകരാജ്ഞിയുടെ കല്യാണമാണ്. വളരെ സിമ്പിളായി ഇവിടെ നടന്നു കഴിഞ്ഞു. ആർഭാടങ്ങളില്ല, ആർത്തനാദങ്ങളില്ല, കൊട്ടും കുരവയുമില്ല, ബഹളമുഖങ്ങളില്ല, അപകടകരമായതൊന്നുമില്ല. ആത്മീയതയുടെ തറവാട്ടിലെ രാജ്ഞി, നാളെ സ്വർഗത്തിലെ വിശ്വാസിനികളുടെ നായകി, ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹറാന്റെ വിവാഹം കഴിഞ്ഞു. വേണമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ വിവാഹാലങ്കാരം നടത്താൻ നേതാവിന് പറ്റും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായ ആ ചടങ്ങിനെ ലളിതമായി അവതരിപ്പിച്ചു നൽകി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പോയപ്പോ വീണ്ടും അലി റളിയല്ലാഹു അൻഹു സാന്ത്വനിപ്പിച്ചു. അങ്ങനെ സുമുഖമായൊരു ജീവിതത്തിന്റെ സുതാര്യമായ വഴിയിലേക്ക് നവദമ്പതികൾ ജീവിതത്തിൽ പദമൂന്നി മുന്നോട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തുവിട്ടതെന്താണ്? പെങ്ങന്മാരെ അറിയാൻ ആശയില്ലേ? വായിക്കാൻ ഇഷ്ടമില്ലേ? ഫാത്തിമ സഹറായിന് കൊടുത്തതൊരു ചെറിയ കമ്പിളിയുടെ പുതപ്പ്, ഒപ്പം ഒരു ചെറിയ തലയിണ, വെള്ളമെടുക്കാനുള്ളൊരു പാത്രം. ആയിഷ ബീവിക്ക് കല്യാണം കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്നതും ഏകദേശം അതുപോലെയാണ്. സീഡിയിൽ നിങ്ങൾക്ക് വിശാലമായി കേൾക്കാം, ഇപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ലളിതമായ ഈ സാധനങ്ങൾ മാത്രമാണ് പൊന്നുമോളുടെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടത്. പക്ഷേ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ ഹൃദയത്തിൽ നിന്ന് മാറാത്ത ഒരു ചിത്രം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ മണിമുറ്റത്തേക്ക് ചെല്ലുമ്പോ പലപ്പോഴും ആക്ഷേപത്തിന്റെയും ഹാസ്യത്തിന്റെയും വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്നു. അവിടെയെല്ലാം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ക്ഷമിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ മണിമുറ്റത്തേക്ക് ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലേക്ക് ഇസ്ലാമിന്റെ എതിരാളികൾ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിട്ടു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദിൽ നിന്ന് ഉയരാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട പൊന്നുമോൾ സഹറാ അറിയുകയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോക ഗുരുവിന്റെ അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് കിടക്കുന്ന അവസ്ഥയിൽ ചീഞ്ഞുനാറിയ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചു കൊണ്ടുവന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ വലിച്ചിട്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്ന പൊന്നുമോൾ ആരോഗ്യം മുഴുവനും എടുത്ത് കഴുത്തിൽ നിന്ന് വലിച്ചു മാറ്റിയിട്ട് ഹൃദയഭേദകമായ പ്രാർത്ഥനയാണ്, പടച്ചവനെ
എന്റെ ഉപ്പാനെ ഇങ്ങനെ വേദനിക്കുന്നവർക്ക് ശാപവർഷം ചൊരിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് സഹറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗസുരഭിലമായ ഒരു അവസ്ഥയ്ക്ക് സാക്ഷിയാവുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അനുവാചകരെ, ക്ഷമിക്കണം, ഇതിലേക്ക് തൽക്കാലം ഞാൻ കടക്കുന്നില്ല. ഈ രംഗത്തെ വളരെ മനോഹരമായി, അല്ലെങ്കിൽ വേദനാജനകമായി, ഹൃദയഭേദകമായി കാലത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ഒരുപാട് ആളുകൾ, ഈ വിഷയത്തെ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര രചന നടത്തിയവർ, മലയാളത്തിൽ കവിത എഴുതിയവർ, അമുസ്ലിങ്ങളായ സാഹിത്യകാരന്മാർ എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ഈ അധ്യായം അങ്ങോട്ട് വ്യാപിച്ചാൽ സഹറാന്റെ ജീവിത വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വത്സലയായ മകളെ എപ്പോഴും സ്നേഹിക്കുകയാണ്. ഏത് മനോഹരമായ മുഹൂർത്തമെത്തിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നത് പ്രിയപ്പെട്ട പൊന്നുമോളയാണ്. ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ വചനം വന്നു, വഅൻദിർ അശീറതകൽ അഖറബീൻ. ഓ പുണ്യ നബിയേ, അവിടുത്തെ അടുത്ത ബന്ധുക്കളെ അല്ലാഹുവിന്റെ താക്കീത് അറിയിക്കുകയും അവന്റെ മുന്നറിയിപ്പ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അല്ലാഹുവിന്റെ കൽപ്പനയെ ഉടനെ സ്വീകരിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖറജൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുനാദി ബിസൗത്തിൻ ആൽ. ഉയർന്ന സ്വരത്തിൽ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. ഫഖറജത് ഖുറൈശുൻ ഇലൈഹി. ഖുറൈശികൾ മുഴുവനും ആ ശബ്ദം കേട്ടിടത്തേക്ക് വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വാപ്പയുടെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ശ്രദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, യാ ബനി അബ്ദി മനാഫ്, അല്ലയോ അബ്ദു മനാഫുകാരെ, അല്ലയോ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബക്കാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രത്തിലുള്ളവരെ, നിങ്ങൾക്കാർക്കും ഒരു ഗുണവും ചെയ്യാൻ തൗഹീദിന്റെ അമരവൃത്തത്തിലേക്ക് വരാതെ എന്റെ ബന്ധം കൊണ്ട്, അല്ലെങ്കിൽ കേവലമായ താല്പര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പരലോകത്തിന്റെ കാര്യത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഗൗരവതരമായ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കും പറഞ്ഞു കൊടുക്കുമ്പോ, വയാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഓ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഫാത്തിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്, അല്ലയോ മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമ, സലീനി മാ ശിഅ്തി മിൻ മാലി, ആവശ്യമുള്ള സ്വത്ത് മോളെ ചോദിച്ചുകൊള്ളൂ. പക്ഷേ അല്ലാഹുവിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വിപത്ത് വന്നാൽ എനിക്ക് തടയാൻ പറ്റില്ല. അൻകി മിനല്ലാഹി ശൈആ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. അല്ലാഹുവിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വിപത്തിനെ, ഒരു ശാപത്തെ, ഒരു കഷ്ടത്തെ തടുത്തു നിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാന്യമായി ജീവിച്ച് സത്യസന്ധമായ ജീവിതം പുലർത്തി അല്ലാഹുവിൽ ഏകനായ പടച്ചവനിൽ വിശ്വസിച്ചു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഭവതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിക്കുന്നു. ഇവിടെ ഒരു മനോഹരമായ മുഹൂർത്തമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ വിളിക്കേണ്ട പ്രതിനിധി ആരാണ്? മറ്റു 3 പെൺമക്കളുടെ ഉപ്പയാണ്. പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലുണ്ട്, അവരെ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ലോകഗുരുവായ പുണ്യപ്രവാചകർക്കറിയാം, എന്റെ പരമ്പരയുടെ നായകി, ഈ ലോകാവസാനം വരെയുള്ള എന്റെ പേരമക്കളുടെ മുഴുവനും മാതാവ്, എന്റെ കുടുംബത്തിലേക്ക് 1000 സാദാത്തുക്കളെ ചേർത്തു തരുന്ന കണ്ണി, യാ ഫാത്തിമ ബിൻതി നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമയാണ്. അതുകൊണ്ട് ഫാത്തിമത്തുൽ സഹറായിനെ ആണ് ഇവിടെ വിളിച്ചു പറയേണ്ടതെന്ന് ഹബീബിനറിയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് ഉലകമാകമാനം ചമഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. വാനലോകം മുഴുവനും മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര ശോഭയോടെ നിൽക്കുന്നത് മദീനയിലെ രാജാവിന്റെ താഴികക്കുടത്തിന് അലങ്കാരം നൽകാനാണ്. ഭൂമി അതിന്റെ മഹിതമായ താളത്തോടെ നിൽക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങിക്കിടത്താനാണ്. അന്തരീക്ഷം അതിന്റെ അവാച്യമായ ഘടനയിൽ നിലകൊള്ളുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങളെ ആവഹിക്കാനാണ്. എന്റെ വകയല്ല. ദഹൻ മേ ജബാൻ തുമാരേ ലിയേ, ബദൻ മേ ഹെ ജാൻ തുമാരേ ലിയേ, ഹം ആയേ യഹാ തുമാരേ ലിയേ, ഉഠേ ഭി വഹാ തുമാരേ ലിയേ. ഓ പ്രവാചക പ്രഭോ,
ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ വായിൽ നാവുള്ളത് ഹബീബിന്റെ പ്രകീർത്തനത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ളത് അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കാനാണ്. ഞങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് അവിടുത്തെയുടെ അനുയായികളായി ജീവിക്കാനാണ്.